ശ്രീ ക്രൈം നന്ദകുമാർ ക്രൈമിന്റെ എഡിറ്റർ ഇൻ ചീഫാണ്. അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ചില ഫോളോ അപ്പുകൾ നൽകിയിരുന്നു. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിക്കാമെന്ന് കരുതുന്നത്. ശ്രീ ക്രൈം നന്ദകുമാർ, നന്ദേട്ടാ, അതായത് പിണറായി വിജയൻ 2016 സരിതാ നായർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എല്ലാവർക്കും അറിയാം. സരിതാ നായരെ ഉപയോഗിച്ചു ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനും, യശശരീരനായ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനും ഒക്കെ പിണറായി വിജയനാണ് സരിതാ നായരെ ഉപയോഗിച്ചത് എന്ന വാർത്തയിലേക്ക് അങ്ങ് എങ്ങനെയാണ് എത്തിയത്? അതായത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് 2015 കാലഘട്ടത്തില് പിണറായി വിജയനും ഗണേശനും അതേപോലെ സരിതയും കൂടി ചേർന്ന ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതിൽ വേറെ ആളുകൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതില് എടുത്ത തീരുമാനമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്ന 21 പേജ് ജയിലിൽ നിന്ന് എഴുതിയ കുറിപ്പ് അല്ലാതെ കൂടുതലായിട്ട് 5 പേജ് അഡീഷണൽ എഴുതി ചേർക്കാനും അതുവഴി വലിയൊരു പ്രചരണം അഴിച്ചുവിടാനും അങ്ങനെ 2016 ഇലക്ഷനിൽ അതുപയോഗിച്ച് ഉമ്മൻചാണ്ടി അട്ടിമറിക്കാനുമുള്ള ഗൂഢാലോചന. ഇത് പ്രകാരം 25 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചത്. 10 കോടി റുപ്യ സരിതയ്ക്കും 10 കോടി റുപ്യ പത്രങ്ങൾക്ക്, 5 കോടി റുപ്യ പിന്നീടാണ് നമ്മുടെ ഒരു ശിവരാജൻ കമ്മീഷനുള്ള 5 കോടി. ഈ 10 കോടി റുപ്യ പത്രക്കാർക്ക് കൊടുത്ത പ്രകാരമാണ് പ്രമുഖ ദൃശ്യമാധ്യമങ്ങളുടെ പ്രമുഖരായ പത്രപ്രവർത്തകർക്ക് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി എക്സ്പോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാവുകയും സമരം നടക്കുകയും ഇതെല്ലാം ഇവിടെ കേരളം മുഴുവൻ ഭൂകമ്പം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ചത്. ഇതേ ചാനലുകൾ പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവന്നു. അപ്പോഴ് ഒരു ക്ഷമാപണം പോലും നടത്തിയിട്ടില്ല. ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത ഈ ചാനലുകൾ പിന്നീട് അദ്ദേഹത്തിനെതിരെ പോലീസ് അന്വേഷണം നടന്നു, CBI അന്വേഷണം നടന്നു. അതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. എന്നിട്ട് അവരെന്തെങ്കിലും ഒരു മാപ്പ് പറഞ്ഞു? ഇതിവിടെ നടന്നതാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എല്ലാ അന്വേഷണം നടന്നു എന്നുള്ളത്. അപ്പൊ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് 2016 ഇലക്ഷനിൽ അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയനും ഗണേശനും കൂടി ഉണ്ടാക്കിയൊരു നാടകമായിരുന്നു, ഗൂഢാലോചനയായിരുന്നു. അതിൽ സരിതയ്ക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. അത് വളരെ ക്ലിയർ ആണെന്ന് പിന്നീട് സരിത തന്നെ പല സംഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീഡിയോ. പിണറായി വിജയനായിട്ടുള്ള അവരായിട്ടുള്ള ബന്ധം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാം ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഗണേശന്റെ റോള് വരാൻ കാരണം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഗണേശൻ യാമിനി തങ്കച്ചിയുമായുള്ള ബന്ധം തകരുന്നതിന് കാരണം ഈ സരിതയുമായിട്ടുള്ള ബന്ധം അന്നത്തെ സരിതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ കണ്ടുപിടിക്കുകയും ബിജു രാധാകൃഷ്ണൻ ഗണേശന്റെ വീട്ടിൽ പോവുകയും ഗണേശൻ അവിടുന്ന് മർദ്ദിക്കുകയും ചെയ്ത സംഭവം എല്ലാവർക്കും അറിയാം. അത് യാമിനി തങ്കച്ചി മർദ്ദിച്ചു എന്നൊക്കെയാണ് അന്ന് ഗണേശൻ പറഞ്ഞത്. അങ്ങനെയുള്ള വിഷയത്തില് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ശക്തമായ ഒരു തീരുമാനം എടുക്കുകയും ഗണേശനെ മാറ്റി നിർത്തുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തിന് ഈ ഉമ്മൻചാണ്ടിയോടുള്ള വിദ്വേഷം ഉണ്ടായത്. ആ വിദ്വേഷത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഗണേശൻ പ്ലാൻ ചെയ്തതെല്ലാം തന്നെ. അപ്പം ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം അന്ന് പ്ലാൻ ചെയ്തതും ഈ പണ ഇടപാടുകളെല്ലാം നടന്നു എന്ന് പറയുന്ന വിവരം വന്നതും. നമുക്കറിയാം, ഈ സരിത ജയിൽ കിടക്കുമ്പം നേരത്തെ ഗണേശൻ ഒരു ലോഹ ധരിച്ച്, അതായത് പർദ്ദ ധരിച്ച് മുസ്ലിം വേഷത്തിലാണ് ജയിലിൻ്റെ ഉള്ളിൽ പോയത് എന്നൊരു കഥ നേരത്തെ ഞാൻ പുറത്തുവിട്ടിരുന്നു. അന്ന് അവിടുത്തെ അവിടുത്തെ സൂപ്രണ്ട് എന്ന് പറയുന്നത് ഒരു പിമ്പാണെന്ന് പറയാൻ പറ്റും. അവിടെയുള്ള പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ഒരാളെ ലേഡിയായിരുന്നു അവിടെ അന്ന് അവിടുത്തെ സൂപ്രണ്ട്. ഒരു വർഷങ്ങളോളം സൂപ്രണ്ടായിരുന്നു വനിതാ ജയിലിന്റെ ആട്ടക്കുളങ്ങര. അപ്പൊ അവരെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ വരെയുള്ള തടവുകാരികളെയൊക്കെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കാൻ, മറ്റുള്ള കാര്യങ്ങൾ പലതും പുറത്തു വന്നു. ഈ അടുത്ത കാലത്ത് അവിടെയുള്ള ഒരാൾ തന്നെ, ഒരു ലേഡി തന്നെ കൃത്യമായി പത്രസമ്മേളനത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്.
കാരണവരെ കൊന്ന ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡി പുറത്ത് കൊണ്ടുപോയി പലർക്കും കൂട്ടിക്കൊടുക്കുന്നതിന് ഇവരാണ് അതിൻ്റെ അകത്ത് നിർണായക പങ്ക് വഹിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ലേഡി തന്നെയാണ് ഗണേശന് എല്ലാ കാര്യങ്ങളും ആട്ടക്കുളങ്ങര ജയിലിലൊക്കെ ഒരുക്കി കൊടുത്തത്. അപ്പൊ ഇത് അവിടുത്തെ റെക്കോർഡുകളിൽ നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഈ ഈ പറയുന്ന സംഭവം, ഈ 21 പേജുള്ള ഈ കോപ്പി ആദ്യം കിട്ടുന്നത് അതുവഴി ബാലകൃഷ്ണപിള്ളയുടെ അടുത്താണ്. ഈ ബാലകൃഷ്ണപിള്ള 21 പേജുള്ള ആ പേജ് വായിച്ച ആളാണ്. ആ വായിച്ച ബാലകൃഷ്ണപിള്ള പിന്നീട് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പറ്റി അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് വന്നു കൂട്ടിച്ചേർത്തതായിരുന്നു പിന്നീട് 5 പേജ്. അതാണ് കൊട്ടാരക്കര കോടതിയിൽ ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് 5 പേജ് അഡീഷണൽ ചേർത്തിട്ടാണ് ഉമ്മൻചാണ്ടിയെ എല്ലായിടത്തും പെടുത്തിയത്. ആ എഴുതി പിടിപ്പിച്ചതിൽ തന്നെ പല യോജിക്കാത്ത ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. അവരെ പീഡനം നടന്നത് ക്ലിഫ് ഹൗസിൽ വെച്ച് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആ പ്രത്യേക ഡേറ്റിൽ ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല റെക്കോർഡ് പ്രകാരം. അതുകൊണ്ട് തന്നെ ആ കേസേ നിലനിൽക്കാതെ, അതാണ് PC ജോർജ് കൃത്യമായി പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുള്ളത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ടാണ്, അല്ല സോറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്, ക്ലിഫ് ഹൗസിൽ വെച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് PC ജോർജ് പറയുണ്ടായി. അപ്പം PC ജോർജ് ഒരിക്കലും ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് ഈ പറയുന്ന സരിത നായരെ കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടിയുള്ള സമയത്ത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് പിന്നീട് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കോടതിയിൽ പോയി സത്യം പറയുകയും ചെയ്തു, ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് സരിത നായരെ കണ്ടിട്ടുള്ളത്, അല്ലാതെ ഇവിടെ വെച്ചിട്ടല്ല, ക്ലിഫ് ഹൗസിൽ വെച്ചിട്ടല്ല കണ്ടിട്ടുള്ളത് എന്നുള്ളത് പറയുകയുണ്ടായി. അങ്ങനെ അതോടുകൂടിയിട്ടാണ് കേസ് തള്ളിപ്പോണത്, കള്ളക്കേസാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് തള്ളപ്പെടുന്നത്. ഇതാണ് അതിന്റെ കഥ. അല്ല നന്ദേട്ടാ, എന്റെ ഒരു സംശയം, അതായത് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ചും 2015 സരിതാ നായർ, ഞാനത് ജയ്ഹിന്ദ് TV ജോലി ചെയ്യുന്ന സമയത്ത് സരിതാ നായർ അന്ന് ഈ കത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത്, ഉമ്മൻചാണ്ടി പിതൃതുല്യനാണ്, എന്നെ ഇടതുപക്ഷം നിരന്തരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഞാൻ അതിന് നിന്നു കൊടുക്കുന്നില്ല, അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം, അതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവരങ്ങനെ വളരെ കൃത്യമായിട്ടും ഇടതുപക്ഷം അതിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമായും അതിൽ പറഞ്ഞിരുന്നു. ഇപ്പോ നന്ദേട്ടൻ പറയുന്ന പ്രകാരമാണെങ്കിൽ 2016, ഒരു വർഷം കൂടി അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നടന്ന വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണെന്ന് കാണേണ്ടി വരുന്നു. കാരണം ഒരു പ്രധാനപ്പെട്ട ചാനൽ, ഞാൻ അതിന്റെ ഈ ആർക്കൈവ്സ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ഈ സരിതയുടെ യഥാർത്ഥ കത്ത് ഇതാ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണ്. സരിത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, അതും പെരുമ്പാവൂര് മറ്റോ ഈ പോലീസ് കസ്റ്റഡി, അവർ പറയും പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവരെഴുതിയ ഈ കത്ത് ഒരു റിപ്പോർട്ടറിന്റെ കയ്യിലിരിക്കുകയാണ്. അത് ഈ റിപ്പോർട്ടറിന്റെ കയ്യിലേക്ക് എങ്ങനെ വരുന്നു എന്നത് പോലും വലിയ ചോദ്യമാണ്. എന്നിട്ട് സരിത നാടകീയമായി ഇങ്ങനെ പറയുന്നു, അത് ജോഷിയുടെ കയ്യിലിരിക്കുന്ന, ഞാൻ റിപ്പോർട്ടറിന്റെ പേര് പറയുന്നതിൽ ക്ഷമിക്കുക, അല്ലെ റിപ്പോർട്ടറിന്റെ പേരിൽ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോ നന്ദേട്ടൻ തന്നെ പറയുന്നത് പോലെ 5 കോടിയൊക്കെ ഇറക്കിയിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ പ്രവർത്തകരെയൊക്കെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കത്ത് തന്നെയാണ് 10 കോടി രൂപ. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കത്ത് തന്നെയാണ് ഒറിജിനൽ കത്ത്, താൻ എഴുതിയ കത്ത് എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവർ അങ്ങനെ പരാതിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ഇവരിങ്ങനെ രംഗത്ത് വരുന്നത്. പിന്നീടാണ് അതിങ്ങനെ കൊടുത്ത ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സങ്കീർണമാവുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇതില് നമ്മൾ കേവലം ഇപ്പോൾ നന്ദേട്ടൻ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ കേവലം ഇതൊരു സ്കൂപ്പ് അടിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് ഞാൻ ഒരിക്കലും ഒരു ജേർണലിസ്റ്റിനോട് സോഴ്സ് ചോദിക്കരുത് എന്നറിയാം, എങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമപ്രശ്നം ഉണ്ടായാൽ സോളിഡായ എവിഡൻസ് ഉണ്ട്, എനിക്ക് വ്യക്തമായും ഇത് സമർത്ഥിക്കാനാകും, ഇതിന്റെ പിന്നിൽ പിണറായി വിജയനാണ് എന്ന ഒരു ആത്മവിശ്വാസം ശ്രീ ക്രൈം നന്ദകുമാറിനുണ്ടോ? അതിനുശേഷം സരിത നടത്തിയിട്ടുള്ള വേറെ ലേഡിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണം ഞാൻ പുറത്തുവിട്ടിട്ടുള്ളതാണ്. പിണറായി വിജയനും അവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായൊരു പണ ഇടപാടിൽ ആ ലേഡിയോട് ഒരു ജോലി വാങ്ങിക്കൊടുക്കാം ആരോഗ്യ വകുപ്പിൽ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളിൽ നിന്ന് പണം വാങ്ങി. ആ പണം വാങ്ങിയ ബന്ധപ്പെട്ട് തർക്കമുണ്ടായപ്പോൾ ഈ ലേഡി അവരോട് സംസാരിച്ചപ്പോൾ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധവും ഈ കാര്യങ്ങളെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ്. പൈസ കൊടുത്തത് വീണ ജോർജിനും അതേപോലെ പിണറായിക്കാണെന്ന് പറഞ്ഞാൽ പിണറായി അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്, എനിക്ക് അതിലുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ട് 1 മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
അതിൽ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം അത് അല്ലാന്നുള്ള നിഷേധിക്കാൻ പിണറായി വിജയൻ എന്താ മിണ്ടാത്ത? ഇത്രയും കാലമായിട്ട് ഞാൻ കുറെ കാലമായില്ലേ പറയുന്നു, പിണറായി വിജയന് മിണ്ടാൻ പറ്റില്ല. കാരണം ഈ കേസ് ഉണ്ടാക്കിയിട്ടുള്ള പിണറായി വിജയനാണ്. ഉമ്മൻചാണ്ടിയെ വ്യക്തമായി ആ ഉമ്മൻചാണ്ടിയെ തകർക്കുന്നതിലൂടെ കേരളത്തിൽ അല്ലാതെ ഉമ്മൻചാണ്ടിയെ അടിക്കാൻ പറ്റില്ല, വീഴ്ത്താൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കി പത്രക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ 21 പേജാണെന്ന് ഈ ഏഷ്യാനെറ്റിന് അറിഞ്ഞൂടെ? ഏഷ്യാനെറ്റിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചീത്തപ്പേര് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അവര് ചാരക്കേസ് പൊളിച്ചു എന്ന് പറഞ്ഞു, ഇപ്പോൾ അവർക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്ത് അത് പൊളിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ സത്യമാണ്, നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരെ അവർ കൊണ്ടുവന്നത് കള്ളമാണെന്ന് അവർക്ക് പ്രഥമ നിഷ്ഠയെ തന്നെ അറിഞ്ഞൂടെ? 21 പേജേ ഉള്ളൂ എന്ന് ലോകം മുഴുവൻ അറിയുന്നൊരു കാര്യമല്ലേ? റിക്കാർഡിക്കലി കൊട്ടാരക്കര കോടതിയിൽ ഇത് വന്നില്ലേ? ഫെനി ബാലകൃഷ്ണൻ കൃത്യമായി പറഞ്ഞല്ലോ 21 പേജേ ഉള്ളൂ എന്നുള്ളത്. 5 പേജ് പിന്നെ അഡീഷണൽ ചേർത്ത സാധനം അവര് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അവർക്ക് അറിഞ്ഞൂടെ 21 പേജ് ഉള്ളൂ എന്നുള്ളത്? അവർക്ക് അന്വേഷണം നടത്താൻ എല്ലാ സംവിധാനവും ഇല്ലേ? എന്തുകൊണ്ടാണ് അവർ നടത്താത്തത്? പോലീസ് അന്വേഷണം എവിടെ പോയി? എന്നിട്ട് CBI അന്വേഷണം എവിടെ പോയി? തെളിവ് എവിടെ? അപ്പം ഇത് വെൽ പ്ലാൻ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ ഇതോടുകൂടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം മാത്രമായിരുന്നു അത്, അല്ല വേറെ യാതൊന്നുമല്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഒരു കേസ് വന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചിലരെങ്കിലും പറയാറുണ്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയ വേട്ടയാടലിൽ കൊണ്ട്, രാഷ്ട്രീയ വേട്ടയാടൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാം, പക്ഷേ അതിക്രൂരമായ, അതായത് ഈ സ്ത്രീ വിഷയം വരെ പറഞ്ഞുകൊണ്ട്, സ്ത്രീയുമായി ലൈംഗിക ബന്ധം എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ വേട്ടയാടിയപ്പോ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തന്നെ വല്ലാതെ ബാധിച്ചു എന്ന് ശ്രീ ക്രൈം നന്ദകുമാർ കരുതുന്നുണ്ടോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ? അല്ല, അത് തന്നെയാണ് കാരണം. അദ്ദേഹത്തെ തകർത്ത് അത് തന്നെയാണ് കാരണം എന്ന് ചാണ്ടിയുമ്മൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മൊത്തത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതെ മാനസികമായി തകരുകയും അത് അദ്ദേഹത്തിന് ക്യാൻസർ എന്ന മാരക രോഗം പിടിപ്പെടുന്നതിന് കാരണമായി തീർന്നു എന്നുള്ളത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ എന്റെ അടുത്ത് പിന്നീട് ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് തകർത്തത് എന്റെ പിതാവിനെ. ഇങ്ങനെ കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത് വഴിയാണ് അദ്ദേഹത്തിന്റെ ഫാദറെ വീഴ്ത്തിയത്. അത് അദ്ദേഹത്തെ മാനസികമായി തകർത്തു, അത് രോഗിയാക്കി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. പിണറായി വിജയന് ഈ ഇതിൽ നിന്ന് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഗണേശനാണ് പിന്നിൽ നിന്ന് കുത്തിയത്. ഗണേശനാണ് ഈ സരിതയെ കൊണ്ട് ഈ പണിയെല്ലാം ഒപ്പിച്ചത്.